എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാര് ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോളും ഗിരിദേവനും അതുപോലെ തന്നെ വാവയും ഒക്കെ കൂടി അവിടെ നിന്ന് അനുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പം അനുവും അനുരാഗും കൂടി നിൽക്കുന്ന കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് ശ്രീരാജ് വരികയാണ്. ശ്രീരാജാണെങ്കിലും അനു നീ എന്ത് തോന്നിയവാസമാണ് കാണിക്കുന്നതെന്നും പറഞ്ഞ് അനുവിന്റെ നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ അനു പറയുന്നുണ്ട്, ഞാൻ എന്ത് തോന്നിയവാസം കാണിച്ചു എന്നാണ് ശ്രീരാജ് നീ പറയുന്നത്? അതെ, നിന്നെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും എന്റെ വീട്ടുകാരും കൂടി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നീ ഇവനുമായിട്ട് ഇത് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് മണി കെട്ടിയ കാഴ്ചയെല്ലാം നമ്മുടെ ശ്രീരാജ് കണ്ടല്ലോ. ഉടനെ നമ്മുടെ അനു പറയാണ്, അതെ, നിന്നെ പോലെയുള്ള ഒരുത്തനെ ഇനി എന്റെ ജീവിതത്തിൽ ആവശ്യമില്ല. നിന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇനി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ അനു ശ്രീരാജിന്റെ മുഖത്തടിച്ചതുപോലെ പറയുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ ഈ നിൽക്കുന്ന ഗിരിദേവൻ ഒരാൾ കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാൻ സാധിച്ചതെന്നും നിന്നെ പോലെയുള്ള ഒരു കപട സ്നേഹിയുടെ കൂടെ ജീവിതകാലം മുഴുവനും നരകതുല്യമായ ജീവിതം ഞാൻ ജീവിക്കേണ്ടി വന്നേനെ. പക്ഷേ ഗിരിദേവൻ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നതുകൊണ്ട് മാത്രമാണ് എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് എന്നൊക്കെ അനു ഇങ്ങനെ ശ്രീരാജിന്റെ മുഖത്തടിച്ചതുപോലെ പറയുമ്പം ശ്രീരാജാണെങ്കിലും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അങ്ങനെതാ അനു ഇതിനു മുന്നേ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശ്രീരാജിനോട് പറയുകയാണ്. അതെ, ഗിരിദേവൻ ഒരാൾ കൊണ്ട് മാത്രമാണ് എനിക്ക് നിന്റെ തന്നെ സ്വഭാവം തിരിച്ചറിയാൻ സാധിച്ചത്. ഈ നിൽക്കുന്ന അനുരാഗ് ഒരിക്കലും എന്നെ പണം മോഹിച്ച് സ്നേഹിച്ച ആളല്ല. പക്ഷെ അയാളെ കുറിച്ച് ഞാൻ ഒരിക്കലും എന്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ധരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താനായിട്ട് കാരണക്കാരനായ ഗിരിദേവനോടാണ് ഞാൻ ഇപ്പൊ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ ഉണ്ണിമോളും നമ്മുടെ ഗിരിദേവനും വാവയും ഒക്കെ കൂടി തന്നെയാണ് ശ്രീരാജ് ഒരു മോശ സ്വഭാവക്കാരനാണെന്നും പണക്കൊതിയനാണ് എന്നുള്ള കാര്യമൊക്കെ അനുവിനെ പറഞ്ഞ് ധരിപ്പിച്ചത്. അങ്ങനെ അനുരാഗുമായിട്ടുള്ള കല്യാണത്തിന് അനു സമ്മതിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ശ്രീരാജിന്റെ വീട്ടിലുള്ളവരിങ്ങ് വരിക കേട്ടോ. അപ്പൊ അവര് വന്ന പാടെ തന്നെ അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, അതെ, വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായി പോയല്ലോ നിങ്ങൾ ഈ കാണിച്ചത്. ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ മൊത്തം അകത്താകും എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ നമ്മുടെ ഗിരിദേവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എളുപ്പം തന്നെ വിളിച്ച് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്ക്. എനിക്കും കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്. നിങ്ങൾ സ്ത്രീധനം ചോദിച്ചതും അതുപോലെ തന്നെ ആ തുക തരാത്തത് കൊണ്ടാണ് വിവാഹം ഈ സമയം വരെ മുടങ്ങിപ്പോയത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ധരിപ്പിച്ചോളാന്ന് പറയുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തങ്ങൾ പിടിയിലാകും എന്നുള്ള കാര്യം മനസ്സിലായി അവർ പതിയെ അവിടുന്ന് സ്കൂട്ടാകാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ അനു തന്റെ വരനായിട്ടുള്ള അനുരാഗിനോട് പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ പിരിയില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവരുടെ കല്യാണം എല്ലാവരും ചേർന്ന് വളരെ ഗംഭീരമായി നടത്തുകയാണ്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മുടെ അനുവും അനുരാഗും കൂടി ഗിരിദേവനോടും ഉണ്ണിമോളോടും ഒക്കെ നന്ദി പറയാണ്. എന്റെ കല്യാണത്തിന് വരുമോ എന്ന് ചോദിച്ചതാണ് ഗിരിദേവനോട്. അപ്പൊ ദാ ഗിരിദേവൻ വരികയും ചെയ്തു. ഉണ്ണിമോൾ എന്റെ വീട്ടിൽ കാല് കുത്തിയതിന് ശേഷം എന്റെ വീട്ടിൽ നല്ല കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുക. അപ്പൊ ഗിരിദേവനെ കണ്ടതും, ഗിരിദേവ, ഞാൻ ഇത്രയും കാലവും ഒരു ദൈവത്തിലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അപ്പം എനിക്കിപ്പം വിശ്വസിക്കാൻ തോന്നുന്നത് അയ്യപ്പസ്വാമിയെയാണ്. എന്തായാലും അയ്യപ്പസ്വാമിയെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഗിരിദേവന്റെ മുഖമായിരിക്കും തെളിഞ്ഞു വരിക എന്നുള്ള കാര്യമൊക്കെ അനുരാഗം പറയാണ്. അപ്പം ഇവര് നന്ദിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ കൂടി തിരികെ പോരുകയാണ്. അങ്ങനെതാ വീട്ടിലെത്തിയ ഉണ്ണിമോളാണെങ്കിലോ മുത്തശ്ശിയെ വിളിച്ചിരുത്തി മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പൊ മുത്തശ്ശിയാണെങ്കിലോ, മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഗിരിദേവനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നേ വന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പം മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഉണ്ണി, മുത്തശ്ശി, അനുരാഗേട്ടൻ പറഞ്ഞത് ഗിരിദേവനെ കാണുമ്പോൾ അയ്യപ്പസ്വാമിയെ കാണുന്ന പോലെ തന്നെയാണെന്നാണ്. അത് ശരി തന്നെയാണ് മോളെ. ആ കുഞ്ഞിന്റെ ചൈതന്യം അത് മനസ്സിലാകുന്ന ആൾക്കാർക്ക് അറിയാം അവൻ സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്തിയിരിക്കുന്നത്. എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.